അമ്മയുടെ ദോശ അപ്പ അതിലാണ് വീണു പോകണത്. ദോശക്കുള്ള മാവൊന്നും ആട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയായിട്ട് ഇന്ന് നമ്മളില്ലേ നേരത്തെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു റവ ദോശ. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് റവ ദോശ തയ്യാറാക്കണം. അതായത് ഈ കയ്യിലിന് 2 കയ്യിലെടുത്തിട്ടുണ്ട് റവ. കാരണം ഒരു സാമ്പിൾ വെടിക്കെട്ടാട്ടോ. അപ്പൊ റവ മിക്സിയിൽ അരച്ചാ ചെയ്യാൻ പോണത്. ഇത് കണ്ടോ ദേ, വല്ലാത്ത പ്രശ്നമാണ്. ഒരു പ്രശ്നവും ഇല്ല. ദേ റവ അതിലേക്ക് ഇട്ടു. വെറുതെ അല്ല ഇതിൽ 2 ഇതുണ്ട്. 2 കയ്യിലാണ് എടുത്തേക്കണ റവ. ഞാൻ ആ റവ 2 കയ്യിൽ എടുത്തേച്ച് ആ ചെരുവത്തിലേക്ക് ആക്കിയത് അതിൽ തന്നെ അങ്ങ് കുഴച്ച് വെക്കാമല്ലോ എന്ന് കരുതി. കുഴച്ച് അധികം നേരം വെക്കണ്ട കേട്ടോ, ഒരു 10 മിനിറ്റ് ഇരുന്നാൽ മതി. അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ, ഉപ്പ്. പിന്നെ ഇതേ ഒരു പൊടിക്ക് തേങ്ങ ചേർക്കണ്ട. പിന്നെ നിനക്ക് ഇത് പുളി ദോശക്ക് ഇച്ചിരി പുളി ഉള്ളതാണല്ലോ ദേ നല്ലത് എപ്പോഴും. ദേ ഈ തേങ്ങ മതി. ദേ ഒരു അതൊന്നും നിശ്ചിത അളവില്ല കേട്ടോ. പിന്നെ തൈര് ഒഴിച്ചേച്ച് വെള്ളം ഒഴിക്കാം. ദേ തൈര് നോക്കിക്കോ, പുളിയുള്ള തൈരാണ്. ഒരുപാട് കട്ടപ്പുളിയൊന്നുമില്ല. ദോശ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇച്ചിരി പുളിപ്പാണല്ലോ വേണ്ടത്. ഇച്ചിരി അതൊക്കെ അവനവൻ്റെ താല്പര്യത്തിന് ചേർക്കാം. ദേ അത് മതി തൈര്. പിന്നെ നമുക്ക് റവ കുതിരണ ഒരു സംഗതിയല്ലേ, അപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഞാൻ ഇച്ചിരി നേർപ്പിച്ച് ഒഴിക്കുന്നുണ്ട്. കാരണം റവ കുതിർന്നു വരും അതുകൊണ്ട് കേട്ടോ. അപ്പം ഞാൻ ചെറിയ ബൗൾ എടുത്ത 2 തല്ലേ ഉള്ളൂ എന്ന് ഓർത്ത്. പിന്നെ കലക്കുമ്പോൾ വെള്ളം കുറവാണെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളം ചേർത്താൻ കലക്കി വെക്കാം നമുക്ക്. എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് എനിക്ക് അത്ര നല്ല നിശ്ചയമില്ല. ആദ്യമായിട്ടാണ് ഈ രീതിയിൽ ചെയ്യണേ, അതുകൊണ്ടാണ്. അപ്പം ഞാനിങ്ങനെ മിക്സിയിൽ മൊത്തം ഒന്ന് അരച്ചിങ്ങനെ കൊണ്ടുവരാം. എന്നിട്ട് ഇതിലേക്ക് പകർത്തുമ്പോൾ വെള്ളം കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് വെക്കാം. അപ്പം ഈ ഞാൻ പറഞ്ഞില്ലേ റവ കുതിർന്നു വരൂല്ലേ, അപ്പം അത് കാരണം അപ്പം അടിച്ചെടുക്കട്ടെ കേട്ടോ. ഒന്നുമില്ല, തേങ്ങ, റവ, സ്വല്പം തൈര്, വെള്ളം, ഉപ്പ്, അത്രേ ഉള്ളൂ. ദേ നമുക്കിതിലേക്ക് ഒഴിക്കാം. ദേ ഇച്ചിരി വെള്ളം വേണം, പക്ഷെ മിക്സി അങ്ങ് കഴുകി ഒഴിക്കാം. അത് എനിക്ക് തോന്നണേ നമ്മള് ചുടണ സമയത്ത് നോക്കിയിട്ട് ഒഴിച്ചാ പോരെ. ഇച്ചിരി ഒഴിക്കാതായാലും മിക്സി വേണമെങ്കിൽ കഴുകി ഒഴിക്കാം. ഒരു പൊടിക്ക് ഒഴിക്കാതായാലും ഇതുപോലെ ഇച്ചിരി ഒരു ഉപ്പും വേണം. കുതിരും വെള്ളം വേണ്ടി വരും. നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ, ഉപ്പ് തീരെ കുറവാണ്, ഇച്ചിരി ഉപ്പ് വേണം. ഇതങ്ങ് കഴുകി ഒഴിച്ചേച്ച് നമുക്കൊരു 10 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ നോക്കാം. എന്നിട്ട് വെള്ളം വേണമെങ്കിൽ പിന്നെ ചേർക്കാം കേട്ടോ. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കൊടയും അടച്ച തണുപ്പും മഴയും എല്ലാമായിട്ടാണ് സ്കൂളിൽ പോണേ. സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്കും പാവാടയും ബ്ലൗസും അന്നത്തെ വേഷം. പാവാട മുഴുവൻ നനഞ്ഞിരിക്കും. കാര്യം കൊടയും സഞ്ചി എല്ലാം ഉണ്ടെങ്കിലും കാറ്റടിച്ച് പാവാട അങ്ങനെ അതൊക്കെ നനഞ്ഞിട്ടുണ്ടോ എന്നിട്ടിരിക്കണേ. അതിനൊന്നും വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ വീട്ടിൽ വരുമ്പോഴാണ് ഡ്രസ്സ് മാറി നല്ല ചൂട് ഉണങ്ങിയ ഡ്രസ്സൊക്കെ എടുത്തിടണം. ഉടുപ്പാണെങ്കിൽ ഉടുപ്പ്, പാവാടയും ബ്ലൗസും ആണെങ്കിൽ പാവാടയും ബ്ലൗസ്. ചെറുപ്പത്തിലൊക്കെ ഇടുന്നത് ഉടുപ്പ്. പിന്നെ ഒരു സ്കൂളിൽ ഒരു 5ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ പിന്നെ വീട്ടിലും പാവാടയും ബ്ലൗസും. അന്നത്തെ വേഷേ. പാൻറ്റില്ലേ? പിന്നെ പാൻറ്റൊന്നുമില്ല. പുറത്തു പോകുമ്പോ പോലും പാൻറ്റില്ല. പിന്നെ പൈജാമ അതൊന്നുമില്ല അന്ന്. അതുമില്ലേ. ഇന്നത്തെ കാലത്താണ് ലെഗി 7/8 പൈജാമ, പലാസോ വിലാസോ ഓരോന്നും. ഇനി മുടി വെക്കട്ടെ, നിക്കറ. എത്ര നേരം ഇരിക്കണം? 10 മിനിറ്റ്. അത് റവ കുതിരാനാന്നേ. ഇരിക്കട്ടെ. എന്നിട്ട് ഞാൻ ഇത് കഴുകി വെയിലത്തേക്ക് വെച്ചേച്ചേ ചമ്മന്തി ഉണ്ടാക്കി വെക്കുക. അത് ഞാൻ സ്പീഡപ്പിൽ ഉണ്ടാക്കും. അടച്ചു വെക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. സെറ്റ്. അപ്പം നമുക്ക് ദേ പരീക്ഷണാർത്ഥം റവ ദോശ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഒഴിക്കുവാണേ. പിന്നെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അല്ലേ? ഒഴിച്ചിട്ടില്ല. ഇല്ല. ഓ, ഇങ്ങനെയാണ് അമ്മ ഉദ്ദേശിച്ചത് അല്ലേ? അതെ. ഇതിപ്പോ ദോശ തലേദിവസം ഒന്നും വേണ്ടല്ലോ. വേണ്ട, ആട്ടി വെക്കണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാം. ഇങ്ങനെയൊക്കെ കിട്ടുമെങ്കിൽ എളുപ്പമായി. പിന്നെ ടേസ്റ്റ് എങ്ങനെയാന്ന് നമുക്ക് അറിയില്ല കേട്ടോ. ടേസ്റ്റ് ഒക്കെ നോക്കാം. അല്ല പെട്ടെന്ന് ഇപ്പൊ ദോശ വേണമെന്നുണ്ടെങ്കിലേ നെയ്യ് വേണം, എന്നാലും വരുവോളൂ. നെയ്യ് എന്തായാലും വേണം. എനിക്കും അതിന് ഇതിലേക്ക് തക്കാളി കൂടെ ചേർത്താൽ നല്ലതായിരിക്കും. പുളിപ്പൊക്കെ കിട്ടും ദോശയില്. അന്നേരം പിന്നെ തക്കാളി ചമ്മന്തിയുടെ ആവശ്യമില്ല. പിന്നെ വേറെ വെറൈറ്റി ചെയ്യാൻ ഇങ്ങനെ പലതും ഇല്ലേ. സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ സാമ്പാറിൽ മുക്കി കഴിക്കാം. അന്നേരം ടൊമാറ്റോ ഇതിൽ ചേർക്കാൻ അല്ലേ? അരച്ച് ചേർക്കാം. ഞാൻ ഓട്സ് ദോശ അങ്ങനെയല്ലേ ഉണ്ടാക്കണേ. അതില് ഞാൻ ഭാഗവാക്കല്ലോ ഓട്സ് ദോശയിലേ.
നീ ഉണ്ടാക്കണം ഓട്സ് ദോശയിൽ. ഇത് എങ്ങനെയാന്ന് അഭിപ്രായം പറയണം കേട്ടോ കഴിച്ചേച്ച്. അത് പിന്നെ പറയുമല്ലോ. അപ്പഴും ചോദിക്കാം എങ്ങനെയാന്ന്. അപ്പൊ ദോശ ലവറ. അമ്മയുടെ ദോശ അപ്പ അതിലാണ് വീണു പോകണത്. ഇന്നാള് പറയാ ദോശ കടയിലൊന്നും കിട്ടുമ്പോ അമ്മയുടെ അത്രയും ഗ്രാൻഡായിട്ട് കിട്ടണില്ല. കടയിലെ പ്ലെയിൻ ദോശയല്ലല്ലോ. അതുകൊണ്ടാ കൂടുതലും പേപ്പർ റോസ്റ്റ് അല്ലേ. പ്ലെയിൻ ദോശകൾ കുറവാ. പിന്നെ അത് മാത്രല്ല അമ്മ ഉണ്ടാക്കണ പോലെ മറിച്ചിടാത്ത ദോശയാണ് അപ്പയ്ക്ക് ഇഷ്ടം. ഇത് ഞാനൊന്ന് മറിച്ചു കൂട്ടോ. അതാണ് കേമെന്നാ പറയണേ. ആ വശം ഒന്ന് മുരിയാൻ വേണ്ടി. ഇത് മറിക്കണം അല്ലെങ്കിൽ പറ്റൂല. മുരിയല്ലേ. അരി ഉഴുന്നും അല്ലല്ലോ, അതുകൊണ്ട് മറ്റേ ഭാഗം അല്ലെങ്കിൽ പച്ചക്കുത്തു പോലെ ചിലപ്പോ തോന്നും. അരി ഉഴുന്നുവാണെങ്കിൽ ആ വിഷയമില്ല. ഇല്ല. പോരണെന്തേ നമുക്ക് ചട്ടിയിലേക്ക് എന്നൊക്കെ വായിൽ പിന്നെ പ്ലേറ്റിലേക്ക് വെച്ചേച്ച്. ഓ അതെന്നാ മോനെ എണ്ണാനാന്ന് തോന്നുന്നു. ഒന്നും കൂടെ ചൂടാ. അപ്പൊ നമുക്കിതേ നല്ല ഒന്നാന്തരം തക്കാളി ചട്നി എടുക്കാട്ടോ. എനിക്ക് തക്കാളി ചട്നിയോട് ഇത്ര പ്രിയം വന്ന പുളിയോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഒരു അമ്മച്ചിയുടെ പുളിയേ. അയ്യോ എനിക്ക് തേങ്ങാ ചമ്മന്തി ഒന്നും ഒട്ടും ഇഷ്ടമല്ല. പറവൂരെ സെലിനും പുളി ഇഷ്ടം. സെലിന തക്കാളി ചമ്മന്തി നിറയെ അങ്ങ് ഒഴിച്ചങ്ങ് കുളിപ്പിക്കണം. അല്ലെങ്കിൽ തക്കാളി ഇതിൻ്റെ കൂടെ അരയ്ക്കുമ്പോ ചേർത്താലും മതി. അത് മതി, കുഴപ്പമില്ല അല്ലേ. നല്ല ദോശയാട്ടോ. പക്ഷെ ഇനി മുക്കി അങ്ങ് കഴിക്കാം. കണ്ടോ, എന്തോരം വേണമെങ്കിലും എടുത്തോ. ഇനി തീരണ അനുസരിച്ച് നമുക്ക് എടുക്കാം. കുറച്ചും കൂടി തക്കാളി ചട്നി തീരുവാണെങ്കിൽ എടുക്കാം. അമ്മ വേറെ ചുട്ടോണ്ടേ ഒരുപാടൊന്നും ഇരിക്കാൻ ചൂടാകാനൊന്നും അങ്ങനെ ഇല്ല. ഞാനൊരു സാമ്പിൾ ചെയ്തോണ്ട് അങ്ങനെ നല്ല ചൂടോടുകൂടി ഞാൻ റവ ദോശ കഴിക്കാനായിട്ട് എടുക്കുകയാണ്. കൂടെയുള്ള തക്കാളി ചട്നിയാണ് എൻ്റെ മെയിൻ ഹൈലൈറ്റ് സാധനം കേട്ടോ. എനിക്ക് തക്കാളി ചട്നി ഇത്ര പ്രിയമാകാൻ കാരണം അതിന് ഇത്തിരി പുളിയൊക്കെ ഉള്ളതുകൊണ്ടാണ്. എനിക്ക് ഈ പുളിയുള്ള ചട്നിയൊക്കെ വലിയ ഇഷ്ടമാണ്. കണ്ടോ ഈ ദോശയുടെ ഒരു ടെക്സ്ചർ കണ്ടോ. ഇതുപോലെ വ്യത്യസ്തമായ ആഹാരമൊക്കെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് എസ്പെഷ്യലി കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളവർ ആരൊക്കെയാണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതല്ല നമ്മുടെ യൂഷ്വൽ ബ്രേക്ക്ഫാസ്റ്റില്ലേ, അപ്പം, പുട്ട്, ഇഡ്ഡലി, ദോശ അങ്ങനെയുള്ള ഐറ്റംസ് സ്ഥിരമായിട്ട് കഴിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരാളാണ് എൻ്റെ അമ്മ കേട്ടോ. പുട്ടും പഴമാണ് ഏറ്റവും ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ. അതിലൊരു ചേഞ്ച് വരുത്താൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ പക്ഷേ എനിക്ക് നേരെ മറിച്ചാണെന്ന് മാത്രം. എനിക്കിതുപോലെയുള്ള ഡിഫറെൻറ്റ് ഐറ്റംസൊക്കെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കാണുന്നത് തന്നെ കേൾക്കുന്നത് തന്നെ ഒരു സന്തോഷമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് കഴിക്കാം. നല്ല കേട്ടോ, നല്ലതാണ്, ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ ടേസ്റ്റ് കൂടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി ചമ്മന്തി ആഡ് ആയപ്പോഴാട്ടോ ടേസ്റ്റ് കൂടിയത് അതിൻ്റെ. മറ്റത് റവ എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് വലിയൊരു ടേസ്റ്റ് ഇല്ലാത്തൊരു സാധനമല്ല. പക്ഷെ തക്കാളി ചട്നി കൂടിക്കഴിഞ്ഞപ്പോഴേക്കും അതിനൊരു പുളിയൊക്കെ വന്നപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടോ. എനിക്കിഷ്ടമായി. പെട്ടെന്ന് നമ്മൾ ഈ ദോശയ്ക്കുള്ള മാവൊന്നും ആട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയായിട്ടാണ് ഫീൽ ചെയ്തത്. പ്രൊവൈഡഡ് ഇതിൻ്റെ കൂടെ പുളിയുള്ള എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഏറ്റവും നല്ലത്. സാമ്പാറിനേക്കാളൊക്കെ നല്ലതാണ്. സാമ്പാറും കഴിക്കാം. അല്ല, സാമ്പാറും കൊള്ളൂല ഇതിന്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പറഞ്ഞ പോലെ ഇത് അരി ഉഴുന്ന് ചേർന്നില്ലല്ലോ, പുളിപ്പ് തന്നെയില്ല ദോശയ്ക്ക്. പിന്നെ ഞങ്ങൾ ഇച്ചിരി തൈര് ചേർത്തെന്ന് വെച്ചാൽ അങ്ങനെ പുളിപ്പെന്ന് പറയാനില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ, എന്റെ ഭാഷയെ പറയുവാണെങ്കിൽ റവയ്ക്ക് ഒരു മട്ടിപ്പുണ്ട്, ടേസ്റ്റാ. അപ്പൊ അത് ഈ തക്കാളി ചട്നി അതിലേക്ക് ചേർന്ന് ബ്ലെൻഡ് ആയി കഴിയുമ്പോ ആ മട്ടിപ്പ് മാറിക്കിട്ടും. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ പ്രേക്ഷകരായ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ ദോശക്കല്ലിൻ്റെ ആ ടിപ്പ്, ആ സംഗതി നിങ്ങൾ പറഞ്ഞത് മനസ്സിൽ വെച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. അതായത് കല്ലിന്റെ ദോശക്കല്ലിൽ വെള്ളം തളിച്ച് നമുക്ക് ചെയ്യാം ചൂടായി കഴിഞ്ഞാൽ. നോൺ സ്റ്റിക്കിൻ്റെ വെള്ളം തളിക്കാൻ ഒരു ചെറിയ ഭയമുണ്ട്. കാരണം അതിന്റെ നോൺ സ്റ്റിക്കിന്റെ പ്രതലം പൊളിഞ്ഞു പോരുമോ എന്നുള്ളൊരു ഡൗട്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റുമെന്ന് മനസ്സിലാക്കണം. ക്ലിയർ ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്ത് തരിക കേട്ടോ. അപ്പൊ ഓക്കെ, വേറെ പരിപാടിക്ക് പോട്ടെ. ക്യാബേജ് തോരൻ ഉണ്ടാക്കണം. മഴ ഭയങ്കരമായിട്ട് വന്നു, മഴക്കാറ് പിടിച്ചു. ഓക്കെ, അപ്പൊ അമ്മ വേഗം പോയിട്ടോ. മഴക്കാറ് വെക്കുന്നുണ്ട്. കർക്കിടക മാസം ആരംഭിച്ചതിന് ശേഷം മഴ തന്നെയാണ്. കർക്കിടകം എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ഇടമുറിയാതെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയുടെ ചിത്രമാണ് എപ്പോഴും മനസ്സിൽ.
പിന്നെ തണുപ്പും അങ്ങനെ ആകെ കൂടി ഒരു സുഖമുള്ള ക്ലൈമറ്റ്. പക്ഷെ ഇപ്പം മഴക്കാലം എന്ന് പറയുമ്പോൾ ദുരിത കാഴ്ചകളാണ് എവിടെയും. അതാണ് ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥ. മഴ ഒരിക്കലും ഒരു ദുരിത പെയ്ത്തായി മാറാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്നവർക്ക് പരീക്ഷിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, പുളിയുള്ള എന്തെങ്കിലും ഒരു സാധനം കോമ്പിനേഷനായിട്ട് വേണം. ഒന്നെങ്കിൽ ഇതിൻ്റെ മാവ് അരയ്ക്കുമ്പോൾ ഇതിനകത്ത് തക്കാളി ചേർത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നാം. അപ്പോൾ അന്നേരം വേറെ തൊട്ട് കൂട്ടാൻ വേറെ ഒന്നും ഉണ്ടാവില്ല. സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ അന്നേരം തൊട്ട് കൂട്ടാനായിട്ട് സാമ്പാർ എടുക്കാം. ഇതിപ്പോൾ തക്കാളി ചേർത്ത് അരയ്ക്കാത്തത് കാരണം ദോശയുടെ ഒപ്പേ നമ്മൾ തക്കാളി ചട്നി ആയിട്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് രസമുണ്ടാവും.